മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യൻ. യാത്രാമധ്യേ അദ്ദേഹത്തിൻ്റെ വാഹനമായ ഒട്ടകം നഷ്ടപ്പെട്ടു പോയി. ആ ഒട്ടകത്തിലാണ് അദ്ദേഹത്തിന് കഴിക്കാനുള്ള ഭക്ഷണവും വെള്ളവും യാത്രയ്ക്കാവശ്യമായ മറ്റു വിഭവങ്ങളെല്ലാം. അങ്ങനെ മരുഭൂമിയാണ്, കഴിക്കാൻ ഭക്ഷണമില്ല, വെള്ളമില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോയ നിരാശയിൽ വിശന്ന് ദാഹിച്ച് യാത്രാക്ഷീണം കൊണ്ട് അവശനായ ആ മനുഷ്യൻ ഒരു മരച്ചോട്ടിൽ ഒരു മരത്തണലിൽ വിശ്രമിക്കുകയാണ്. അങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കവേ തൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോയ പ്രയാസത്താൽ മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ട് പ്രയാസപ്പെട്ടിരിക്കുന്ന ആ മനുഷ്യന്റെ മുമ്പിൽ തൻ്റെ വാഹനമാകുന്ന ഒട്ടകം പ്രത്യക്ഷപ്പെട്ടു. ഈ ഒട്ടകത്തെ കണ്ട മാത്രമേ സന്തോഷത്തോടെ അദ്ദേഹം ചാടി എഴുന്നേറ്റു. വഹദ ബിഖിത്താമിഹ, ആ ഒട്ടകത്തിന്റെ മൂക്കുകയറിൽ ചാടി പിടിച്ചിട്ട് സുമ്മകാലമിൻ ഷിദ്ദത്തിൽ ഫറഹി, സന്തോഷാധിക്യത്താൽ ആ മനുഷ്യൻ പറഞ്ഞു, അല്ലാഹുമ്മ അന്ത അബ്ദി വ അന റബ്ബുക്, അല്ലാഹുവേ നീ എൻ്റെ ദാസനാണ്, നീ എൻ്റെ അടിമയാണ്, ഞാൻ നിന്റെ ഉടമയാണ്. സന്തോഷാധിക്യത്താൽ അദ്ദേഹത്തിന് തെറ്റ് സംഭവിച്ച് പറഞ്ഞു പോയതാണ്. ഈ മനുഷ്യന് തൻ്റെ വാഹനം കിട്ടിയപ്പോൾ മരണത്തെ മുന്നിൽ കണ്ട് ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരില്ല എന്ന നിരാശയോടുകൂടി കഴിഞ്ഞിരുന്ന ആ മനുഷ്യന് തൻ്റെ വാഹനമാകുന്ന ഒട്ടകം മുമ്പിൽ കണ്ടപ്പോൾ എത്ര സന്തോഷമുണ്ടായി. ഇതിനേക്കാളേറെ സന്തോഷമാണ് അള്ളാഹുവിൻ്റെ ഒരു ദാസൻ പാപം ചെയ്തിട്ട് ആ പാപം അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ചു മടങ്ങിയാൽ. അതുകൊണ്ട് ഇനിയുള്ള ദിനരാത്രങ്ങൾ പശ്ചാത്താപത്തിൻ്റെ പാപമോചനത്തിൻ്റെ ദിനരാത്രങ്ങളാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നോ അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്നോ ഉള്ള പാപമോചന പ്രാർത്ഥനകൾ അധികരിപ്പിക്കുക. അള്ളാഹു നമ്മുടെ സർവ്വ പാപങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാണ്.